ഇന്ന് നമുക്കൊരു മുരിങ്ങയ്ക്ക തോരൻ ഉണ്ടാക്കിയെടുക്കാം. മുരിങ്ങയ്ക്കയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് ഐറ്റംസ് ഈ മുരിങ്ങയ്ക്ക വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കാറുമുണ്ട്. അപ്പം നമുക്കിന്നൊരു തോരനാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കേണ്ടത്. ഒരുപാട് മൂത്ത മുരിങ്ങയ്ക്ക നമ്മൾ എടുക്കരുത് കേട്ടോ. ഒരുപാട് മൂത്ത മുരിങ്ങയ്ക്ക നമ്മളിതുപോലെ തോരനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് വെറും അതൊരു ചവറ് പോലെ, ചവറെന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അത് മൂത്തതായതുകൊണ്ട്. അപ്പോൾ ഇതുപോലുള്ള പിഞ്ച് മുരിങ്ങയ്ക്കയാണ് എപ്പോഴും തോരനും സാമ്പാറിനും ഒക്കെ എടുക്കാൻ നല്ലത്. അപ്പം നമ്മൾ നടുവേ ഇതുപോലെ കീറിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ച് സ്പൂണും കൊണ്ട് പതുക്കെ ചീകി എടുത്താൽ മതി. ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നതിന് ഒരുപാട് ടേസ്റ്റും ഉണ്ട് കേട്ടോ. അല്ലാതെ തന്നെ മുരിങ്ങയ്ക്ക ഒരു ഇഞ്ച് വലുപ്പത്തിൽ മുറിച്ചിട്ടും നമ്മൾ തോരൻ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പം നമുക്കിതുപോലെ എല്ലാ മുരിങ്ങയ്ക്കയും നമ്മളിതുപോലെ ചീകിയെടുക്കാം. അപ്പം ഞാനിവിടെ മുരിങ്ങയ്ക്കകത്ത് ചീകി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് വെച്ചിട്ടാണ് നമ്മളിന്ന് തോരൻ തയ്യാറാക്കിയെടുക്കുന്നത്. ഒരുപാട് വലിയ പീസ് ഉണ്ടെങ്കിൽ അത് കത്തി വെച്ചിട്ട് പതുക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി. മുരിങ്ങയ്ക്കയുടെ സൈഡിലുള്ള നാരൊന്നും അതിൽ വരരുത് കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിലൊക്കെ പോവും. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചൊക്കെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇനി നമ്മൾ ഈ തോരന് വേണ്ട അരപ്പുകൂടി നമുക്ക് തയ്യാറാക്കി എടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 6 ചുവന്നുള്ളി ചെറുത്, ഒരു 3-4 വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, അത്രയും കൂടി നമുക്കിതിലേക്ക് ഇതൊന്ന് ഒതുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ജീരകം എന്നൊക്കെ പറയില്ലേ, അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, മഞ്ഞളും. അപ്പോൾ നമ്മളതെല്ലാം ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. ഒരു കടായി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കടുക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അരപ്പൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയ്ക്ക ചീകിയത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയെടുത്താൽ. ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ലതായിരിക്കും ഇങ്ങനെ തോരൻ വെച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ. ഇനി ഇത് നമുക്കെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ചെറു തീയിൽ തന്നെ വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത്. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നോക്കാം ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, നല്ല മുരിങ്ങയ്ക്കയുടെയൊക്കെ. അപ്പം നല്ലൊരു തോരൻ കറിയാണിത്. എല്ലാവരും ഇതുപോലെ തന്നെ മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തെയൊക്കെ കാമ്പൊക്കെ ഇതുപോലെ ചീകിയെടുത്ത് തോരൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. വൈകുന്നേരം